പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഹരിപ്പാട് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ്. UDF-നായി സിറ്റിംഗ് MLA രമേശ് ചെന്നിത്തല ഇത്തവണ രംഗത്തുള്ളപ്പോൾ LDF-നായി CPI ദേശീയ കൗൺസിൽ അംഗം ജിസ്മോൻ മത്സരിക്കുന്നു. NDA സ്ഥാനാർത്ഥിയായി സന്ദീപ് വാചസ്പതി കൂടി എത്തിയതോടെ ഹരിപ്പാട് മണ്ഡലം കടുക്കുകയാണ്. ഹരിപ്പാട് മണ്ഡലത്തിൽ ഇത്തവണ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയും കൂടിയായ രമേശ് ചെന്നിത്തലയാണ്. സമയം കിട്ടുന്നുണ്ടോ ഇത്തവണ എല്ലായിടത്തും ഓടിയെത്താൻ? സമയമില്ല, ഏറ്റവും കുറഞ്ഞ സമയമാണ്. മാത്രമല്ല എനിക്ക് കേരളം മുഴുവൻ പ്രചാരണ പരിപാടികളുണ്ട്. പ്രചരണ സമിതിയുടെ ചെയർമാനാണ്. അപ്പോൾ എല്ലായിടം പോകണം. രണ്ടും കൂടെ സമയമില്ലായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നം. മണ്ഡലത്തില് കുറച്ച് സമയത്തേക്ക് വരാൻ പറ്റുന്നുള്ളൂ. അതെ, ആകെപ്പാടെ നോമിനേഷൻ കൊടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇന്ന് വരുന്നത്. പക്ഷെ ഇവിടുത്തെ ജനങ്ങളായിട്ട് എപ്പോഴും ഞാൻ ബന്ധമുള്ള ആളല്ലേ, പുതിയ ആളൊന്നുമല്ല. ഇപ്പം എല്ലാം കഴിഞ്ഞ 10-15 വർഷമായിട്ട് അത്രയും ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് അവരെന്നെ പൂർണ്ണമായും അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. ഹരിപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അപ്പം അമ്മ മരിച്ചു, ഇപ്പം അമ്മയാണ്. അപ്പം അതുകൊണ്ട് അമ്മയെ മകനെ ഒരിക്കലും തള്ളിക്കളയില്ലല്ലോ, ആ വിശ്വാസമാണ്. അവരുടെ ആത്മവിശ്വാസമുണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ ചൂട് പിടിച്ച ചർച്ച നടക്കുന്നത് SDPI വിവാദമൊക്കെയാണ്. മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപം വരുന്നു. UDF വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നേടുന്നു എന്നൊക്കെ പറയുന്നു. അവർ പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. SDPI വിവാദത്തിൽ നിലവിൽ SDPIയും PDP ഒക്കെ അവര് സ്വാധീനിച്ച് അവരുടെ വോട്ട് വാങ്ങിക്കാൻ അവരുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ് CPI. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ അത് തിരിച്ചറിയുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ നിലവിൽ G സുധാകരൻ അടക്കമുള്ള ആളുകൾ മടങ്ങി വന്നിരിക്കുന്നത്, അതായത് പുതിയൊരു തെരഞ്ഞെടുപ്പ്, ആലപ്പുഴയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇന്നലെ ഞാനവിടെ പോയത് വലിയ മുന്നേറ്റമാണ്. ജനങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം, സാധാരണ പാർട്ടി പ്രവർത്തകരൊന്നുമില്ല, ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം. ആലപ്പുഴയ്ക്ക് ഇത്തവണ UDF അധികാരത്തിൽ വന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. എങ്ങനെ പോകുന്നു ഇടതുപക്ഷത്തിന്റെ ഹരിപ്പാട് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ? തീർച്ചയായും ഒരു വലിയ മാറ്റത്തിന്റെ കാഹളമാണ് ഹരിപ്പാട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഹരിപ്പാടിന്റെ വികസന മുരടിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പദ്ധതികളുണ്ട്. അതിൽ ആലപ്പുഴ ജില്ലയിലെ 8 മണ്ഡലങ്ങളിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ ഈ ഹരിപ്പാട് മാത്രമാണ് റോഡുകളുടെ ശോചനീയാവസ്ഥ, ആശുപത്രിയുടെ ശോചനീയാവസ്ഥ, കുടിവെള്ളം കിട്ടാനില്ലാത്ത സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഹരിപ്പാട് ഇത്തവണ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ BJPയുടെ ഒരു പ്രവർത്തനം, കാരണം നമുക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് പാറ്റേണിൽ ഹരിപ്പാട് വലിയ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ ഹരിപ്പാട്? അതെങ്ങനെയാണ്? അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം BJPയുടെ വോട്ട് പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ട് കോൺഗ്രസിന് പോകുന്ന ഒരു സമീപനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കിട്ടുന്ന വോട്ട് ഷെയറുകളൊന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാറില്ല. അതുകൊണ്ട് BJPയുടെ വോട്ട് പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം മുതുകുളം ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്ദീപ്, ഇത്തവണ ഹരിപ്പാടിന് ഒരു വ്യത്യസ്തതയുണ്ട്. നിങ്ങൾ ശക്തമായ ഒരു മത്സരം വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തവണ ഹരിപ്പാട് ചരിത്രം സൃഷ്ടിക്കപ്പെടും. കാരണം ഹരിപ്പാട് എന്നുള്ളത് ഇത്രകാലം അഡ്ജസ്റ്റ്മെന്റ് മത്സരങ്ങൾ കണ്ട ഒരു മണ്ഡലം. ഇത്തവണ നമ്മൾ ആ പൊന്നാപുരം കൊണ്ട് പൊളിക്കും. അത് ജനങ്ങളുടെ തീരുമാനമാണ്. ഞാൻ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കുന്നു. ഇത്തവണ നിങ്ങൾ കണ്ടു ചരിത്രം. ഇങ്ങനെ ഒരു പൊന്നാപുരം കോട്ട പൊളിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് കണക്കുകൾ? NDAയുടെ കണക്കുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 1345 ആത്മവിശ്വാസമാണ്. പക്ഷേ UDF പറയുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് തിരിച്ചു വന്നതാണ്. ഇല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 40,000 സ്വാഭാവികമാണല്ലോ. കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം വ്യക്തിപരമായി പോകുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് കുറെ സീറ്റുകൾ കൂടുതൽ കിട്ടിയത് കൊണ്ട് നമുക്ക് വോട്ട് 47,000 പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ 40,000 അടുത്ത് അപ്പോഴും നമുക്ക് വോട്ടുണ്ട്. ഇത്തവണ അതുകൊണ്ടാണ് ഞങ്ങൾ. അത് മാത്രമല്ല, നിങ്ങൾ ഈ മണ്ഡലത്തിലൊന്ന് യാത്ര ചെയ്താൽ മനസ്സിലാകും. ഇപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് വ്യക്തിപരമായി അദ്ദേഹം വളരെ ഔന്നത്യമുള്ള ഒരാളാണ്. ഒരുപക്ഷെ എന്നെക്കാട്ടിൽ വലിയ രാഷ്ട്രീയ പരിചയവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് 26ാം വയസ്സിൽ അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിൽ എത്തുന്നയാളാണ്. അദ്ദേഹം KSU ആയിട്ടാണ് ഇവിടെ വരുന്നത്. അദ്ദേഹം KSU ആയി, യൂത്ത് കോൺഗ്രസ് ആയി, KPCC ആയി, KPCC അധ്യക്ഷനായി, AICC ആയി, AICCയുടെ വർക്കിംഗ് മെമ്പറായി, മന്ത്രിയായി, MLA ആയി, പ്രതിപക്ഷ നേതാവായി, ആഭ്യന്തരമന്ത്രിയായി. അദ്ദേഹത്തിന്റെ ഗ്രാഫ് വലിയ രീതിയിൽ ഉയർന്നു.
ഹരിപ്പാടിന് എന്താ തിരിച്ചു കിട്ടിയത്? നിങ്ങൾ ഹരിപ്പാടിന്റെ ഒരവസ്ഥ നോക്കാൻ മനസ്സിലാകും. റോഡെന്ന് പറയുന്നൊരു സങ്കല്പമില്ല. വളരെ അപൂർവമായി മാത്രമേ നല്ല റോഡുകളുള്ളൂ. ഞങ്ങള് ഈ വണ്ടി തന്നെ 4 തവണ ഞങ്ങൾ റിപ്പയർ ചെയ്ത് ഒടിഞ്ഞു പോയി. ഇവിടെ പോയാൽ മനസ്സിലായി. എന്റെ അപ്പിയൊന്നും പറയല്ല. ഗ്രാമങ്ങളിലേക്ക് ചെല്ലണം, റോഡില്ല. പിന്നെ കുടിവെള്ളം നമ്മളെ ആലോചിക്കും. ഒരു മണ്ഡലത്തിൽ കുടിവെള്ളം എന്നുള്ളത് വികസനമാണോ? അല്ലല്ലോ. കുടിവെള്ളം എന്നുള്ളത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് അല്ലെ? ഒരു കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ആ ഒരു ടാങ്ക് പണിതിട്ട് 15 വർഷമായി. എന്താ ഇതിന് വേറെ ജോലി? സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കണ്ടേ? വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. കുടിവെള്ളം കൊടുക്കുന്നുണ്ടോ? റോഡുകളുണ്ടോ? നല്ലൊരു ആശുപത്രി. അദ്ദേഹം എത്ര കാലമായി ഇവിടെ? അദ്ദേഹം ഉന്നത നേതാവായില്ലേ? ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ അദ്ദേഹം എത്ര കാലം വാഗ്ദാനം ചെയ്തു? എവിടെ മെഡിക്കൽ കോളേജ്? ശരിയാണ്. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മറ്റൊരു തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ലക്ഷണം ഹരിപ്പാട് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് ഹരിപ്പാടിനെ നയിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇവിടെ നേരത്തെ കണ്ട ഒരു പാറ്റേണിൽ നിന്ന് മാറി മത്സരം ത്രികോണ തലത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഹരിപ്പാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.